20 കഴിച്ചോ അണ്ണ? ഇല്ല ബ്രോ, ജോക്കർ ബ്രോ മന്തി ഓർഡർ ചെയ്ത് തന്നു. മന്തി അവിടെ ഇരിപ്പുണ്ട്. ഈ മന്തി കഴിക്കണം, ലൈവ് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഈന വെച്ച് ബ്രോ താങ്ക് യു സോ മച്ച് 100. അണ്ണ എന്ത് ലേറ്റ് ആയത്? ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഭയങ്കര സീനാണ് ഇപ്പൊ ഇവന്മാരുടെയൊക്കെ കൂടെ നടന്ന്. കുറെ നാള് ഇതായിരുന്നു കുറെ നാളെ എനിക്ക്. ഇപ്പൊ രഘുലിന്റെ കൂടെ നടന്ന് അള്ളേ അള്ളേ ഇതാണ് ഇപ്പൊ പുതിയ ട്രെൻഡ്. അതാണ് മനസ്സിലായേ? സ്നൈപ്പ് മോണ്ടേജ് എടാ കാണാം. നമുക്ക് ഇപ്പൊ റിയാക്ഷൻ ചെയ്താൽ ശരിയാവത്തില്ല. നമുക്ക് ഇപ്പൊ കേറിയിട്ടൊക്കെ കാണാം, അതാണ് നല്ലത്. വിഷ്ണു താങ്ക് യു സോ മച്ച് 29. ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു ദി സ്ട്രീം. ഈകളെ സുഖമല്ലേ? ഓർമ്മയുണ്ടോ? ആഷിഫ് ഗഫൂർ ബ്രോ. പിന്നെ ഓർമ്മയില്ലാതെ ആരാണ്? ലൈവിൽ എപ്പോഴും വരാറുണ്ടോ? ആഷിഫ് ബ്രോ താങ്ക് യു സോ മച്ച്. എന്താ വരാത്ത ലൈവില്? വിച്ച് ബ്രോ താങ്ക് യു സോ മച്ച്. മൈ ബാഡ്. അതെ ഇതൊക്കെയാണ് ഇപ്പൊ മൈ ബാഡ്. ഇതൊക്കെയാണ് ഈ സൈഡിൽ എൻ്റെ മൊബൈലിലാണ് കുറച്ചുകൂടെ സ്പീഡിൽ കമൻ്റ് ഒക്കെ ലോഡാവുന്നത്. സ്കൂളിൽ പ്രിൻസിപ്പളിനെ തെറി വിളിച്ച ചെക്കനോട് എന്താണ് പറ്റിയ അഭിപ്രായം? സ്കൂളിൽ പ്രിൻസിപ്പളിനെ തെറി വിളിച്ചു? ഓക്കെ ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു. എൻ്റെ പൊന്നോ ഗൈസ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെയൊക്കെ സമയത്ത് പ്രിൻസിപ്പളിന് റൂമിലോട്ട് എൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കണ സമയത്ത് ബിന്ദു ടീച്ചറായിരുന്നു. പുള്ളിക്കാരി ഇങ്ങനെ വരാന്തേ കൂടെ ആ ചൂരിലും കൊണ്ട് പോകുമ്പോഴേ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. ആരെങ്കിലും ഒന്ന് ശ്വാസം വിട്ടാൽ കേൾക്കാം. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും പേടിയൊന്നും ഇല്ലടാ, ഭയങ്കര സീനാണത്. അടി ഇവനെയൊക്കെ പിടിച്ച് ചന്ത ചേർത്ത് പൊളക്കനെ അടിക്കണം. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് അറിയാം ഗൈസ്, ഇപ്പൊ കൊച്ചു പിള്ളേർ വരെ സ്കൂളിൽ തല്ലിയ കേസ് കൊടുക്കാൻ പേരൻസ് വരെ നിൽക്കും. മനസ്സിലായ? എന്നെയൊക്കെ കൊച്ചിലെ വാരി പറക്കിയിട്ട് അടിച്ചിട്ടുണ്ട് ടീച്ചർമാരൊക്കെ. എൻ്റെ അച്ഛനും അമ്മയൊന്നും ഇതുവരെ കംപ്ലൈന്റ് കൊടുക്കാൻ പോയിട്ടില്ല. കാരണം അറിയാം നമ്മുടെ സ്വഭാവം എന്തുവാന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. മനസ്സിലായ? വാരി പറക്കി ഇറങ്ങിയിട്ടുണ്ട് എന്നെയൊക്കെ. മാത്സ് ടീച്ചറിന്റെ ഞുള്ള് ഇവരുടെയൊക്കെ അടി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു നൈറ്റ് മെയർ ആയിരുന്നു ഇത് ഒരു സമയത്ത്. ഇപ്പോഴത്തെ പിള്ളേർക്കെന്ന് പറഞ്ഞാൽ തല്ലിയാൽ ട്രോമയൊക്കെ ആവും. മനസ്സിലായ? അതാണ് പ്രശ്നം. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇതാണ് മെയിൻ പ്രശ്നം. സ്കൂളിലൊക്കെ നല്ല തല്ലൊക്കെ കൊടുക്കണം, നല്ല തല്ലൊക്കെ കൊടുത്ത് വളർത്തണം, എന്നാലും പിള്ളേർ നന്നാവുള്ളൂ. അണ്ണ ഒരു PS4 എടുത്ത് തരുമോ? സൂര്യ 40 രൂപ. നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണല്ലേ 40 രൂപയും PS4ഉം. നിനക്ക് BMW എടുത്തുതരാം ഞാൻ. ഒരു 2 വർഷം കഴിയുമ്പോൾ നിനക്കൊരു BMW എടുത്തുതരാം. 3 വർഷം കഴിയുമ്പോൾ നിന്നെ ഞാൻ പെണ്ണ് കെട്ടിക്കാം. അത് കഴിഞ്ഞിട്ട് നിനക്ക് ഹണിമൂൺ ട്രിപ്പ് ഞാൻ ഇവിടെ ബുക്ക് ചെയ്ത് തരാം. തായ്ലാൻഡോ മാലദ്വീപ്സോ, നിനക്ക് എവിടെ വേണം? മാലദ്വീപ്സ് വിടാം. അതും കഴിഞ്ഞിട്ട് നിന്റെ കോച്ചിൻ്റെ പേരെടുപ്പ്, അത് കഴിഞ്ഞിട്ടുള്ള നിന്റെ സുഖവാസം, ഇതെല്ലാം കൂടെ ഞാനങ്ങ് സ്പോൺസർ ചെയ്യാം. നീ ഒരു 10 രൂപയുടെ സൂപ്പർ ചാറ്റ്. അവൻ ഞാൻ PS5 മേടിച്ചു തരാം നിനക്ക്. വാസുമോനെ മൈസൂർ പഴം വേവിച്ചു തരുമോ? കക്കൂസി പോവാനാണോ? മൈസൂർ പഴോ? അതെന്ത് സാധനം? മൈസൂർ പഴം എന്താ ഗൈസ്? അതെന്ത് സാധനം? അണ്ണാ ഞാൻ പ്രപ്പോസലായി പോയി 3 ദിവസം കഴിഞ്ഞപ്പോൾ അവള് റിജക്റ്റ് ചെയ്തു. എനിക്കിപ്പം ഒന്നിനും ഒരു മൂഡില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഫസ്റ്റ് പ്രപ്പോസലാണ്. എടാ, ആദ്യമായിട്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ പൊട്ടുമ്പോഴൊരു വിഷമം ഉണ്ടാവും. ഇപ്പം എക്സാമ്പിൾ നീ നിന്റെ കൂട്ടുകാരനോട് നേരെ പോയൊരു ബിസിനസ് തുടങ്ങുന്നു. അത് പൊട്ടിയിട്ട് അവൻ അടുത്ത ദിവസം കഴിയുമ്പോൾ എന്തായാലും അടുത്ത ബിസിനസ്സായിട്ട് വരുവേ, ഉറപ്പാണ്. അളിയാ പഴക്കച്ചവടം പോയി, ഇനി നമുക്ക് വല്ല കശുവണ്ടിയോ വണ്ടിപ്പരിപ്പോ എന്ന് പറഞ്ഞിട്ട് അടുത്ത 3 ദിവസം കഴിയുമ്പോൾ അവൻ വരും. അപ്പോൾ അവനെ നീ ആട്ടി വിടില്ലല്ലോ. ചിലപ്പോൾ ഒരു വഴക്കൊക്കെ പറയുമായിരിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ എന്താ പറയും, എടാ നമുക്ക് അടുത്ത ബിസിനസ് തുടങ്ങാം. തളരരുത് അവിടെ. അങ്ങനെ അടുത്ത ബിസിനസ് തുടങ്ങാമെന്ന് പറയുന്നതിനാണ് കൂട്ടുകാരൻ. ആ കോൺഫിഡൻസ് നിനക്ക് ഇതിലും വേണം. ഫസ്റ്റിൽ നീ റിജക്റ്റ് ആയെന്നുണ്ടെങ്കിൽ കോൺഫിഡൻസോട് കൂടി അടുത്തത്. മനസ്സിലായി? അത് പോട്ടെ. അതിലൊന്നും ഒരു കാര്യമില്ല. BRB ബ്രോ താങ്ക് യു സോ മച്ച് 20 റുപ്പീസ് സൂപ്പർ ചാറ്റ്. എടാ, ഇതിലൊക്കെ നിങ്ങൾ ഈ ജനറേഷനിലുള്ള കുറേ പിള്ളേരുടെ പ്രശ്നമാണ്. ഡിപ്രഷൻ ഇതിലൊക്കെയാണ് നിങ്ങളൊക്കെ. അല്ല, ലവ് റിജക്റ്റായി, അത് റിജക്റ്റായി. നിങ്ങളെ കുറ്റം പറയണില്ല ഏട്ടാ. നിങ്ങളുടെ പ്രായത്തിൽ ഞാനും ഇങ്ങനെ ആയിരുന്നു. പക്ഷേ അതല്ല സീൻ. കുറച്ചുകൂടെ കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവണം, ഇതൊന്നും അല്ല നമുക്ക് ഡിപ്രഷൻ വരാനുള്ള റീസൺസ്. വേറെ വലിയ സാധനങ്ങളൊക്കെ വരും. മനസ്സിലായ? അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വരും. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും, അയ്യേ ഞാൻ ഇതിനായിരുന്നോ വിഷമിച്ചിരുന്നതെന്ന് പറഞ്ഞ് ക്രിഞ്ച് അടിച്ചിരിക്കും. മോട്ടിവേഷൻ സ്പീക്കറാണോ അണ്ണാ? എടാ, എന്നെ എങ്ങനെ ഇപ്പം അറിയപ്പെടുന്നത്? മോട്ടിവേഷൻസ് ഒക്കെ ഇടും. മോട്ടിവേഷൻസ് ഒക്കെയാണ് നമ്മുടെ മോട്ടിവേഷൻസ് ഒക്കെയാണ് ഇപ്പൊ സാധനം. മനസ്സിലായ? പക്ഷെ മോട്ടിവേഷൻ മൂക്കുത്തിയും അതൊന്നും അല്ല കേട്ടോ. ഞാൻ അങ്ങനത്തെ മോട്ടിവേഷൻ അല്ല കേട്ടോ. ആ കുറച്ചായി ഉണ്ട്. ഇനി എന്നും കാണാം. ആഷിഫ് ഗഫൂർ ബ്രോ ഉറപ്പായിട്ടും കാണാം. ഉറപ്പായിട്ടും. അണ്ണ എന്നെ സന്തോഷ് പണ്ഡിറ്റ്
അത് അതേ അണ്ണ സന്തോഷ് പണ്ഡിറ്റ് ഫാൻസ് ഉള്ള കാലം ഒന്ന്. സന്തോഷ് പണ്ഡിറ്റ് ഫാൻസ് ഉള്ള കാലം ഒന്നോ മനസ്സിലായില്ലടാ. അതെന്താ? സൈലന്റ് വ്യൂവർ റിപ്പോർട്ടിംഗ് ഷുഹേൽ ജൂനിയർ പോയില്ലേ? സൈലന്റ് വ്യൂവർഷിപ്പ് ഇന്ന് പോയില്ലേ? കമന്റ് ഇട്ടില്ലേ നീ? മണി മേക്ക് പവർ അത്രേ ഉള്ളൂ. ഈഗിളേട്ടാ മറ്റേ സമീഹ ബെല്ലാരി നോനു സെറ്റായി. മറ്റേ സമീഹ ബെല്ലാരി നോനു സെറ്റായി. ഏത് സമീഹ? ഇതൊക്കെ ആര്? മണി അണ്ണ എന്താ ഇവിടെ വരാത്തേ? ഇവിടെ എന്താ വരാത്തേ? ഈഗിളേട്ടാ മറ്റേ ഇത് കണ്ടോ? എനിക്ക് അതിന്റെ താഴോട്ടുള്ളതൊന്നും വരുന്നില്ല. ഇതൊക്കെ അതിന് മുകളിലാണോ? സുഖമാണ്. മണി മേക്സ് പവർ. എടാ അത് സത്യമാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്. ഞാൻ നിങ്ങളെ എൻ്റെ റവന്യൂ കാണിച്ചോണ്ടല്ലേ ഞാൻ എൻ്റെ ലൈവ് ചെയ്യുന്നത്. ഇത് കണ്ടോ? ഈ 3400 രൂപ ഞാൻ ഇത്ര നേരം നിങ്ങളോട് തന്നെ സംസാരിച്ചപ്പോൾ ഇതിൻ്റെ 40% ഒക്കെ കട്ടാവും. എന്നാലും ബട്ട് സ്റ്റിൽ ഞാൻ പറയാണ്, നമ്മുടെയൊക്കെ ഇതിനകത്തുള്ള, അതായത് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഗൈസ്, ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിലത്ത് പണിയെടുത്താൽ അവർക്ക് കിട്ടുന്ന കൂലി എന്ന് പറയണത് ചിലപ്പോൾ 1000 രൂപയായിരിക്കും. മനസ്സിലായോ? നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഏരിയ, അല്ലെങ്കിൽ ഈ പറയണത് പോലത്തെ നമ്മൾ എന്താണോ ചൂസ് ചെയ്യുന്ന ആ ഇനിഷ്യലി നമ്മൾ ചൂസ് ചെയ്യണ ആ ഒരു സംഭവം ഇല്ലേ, അതിലാണ് എല്ലാം ഇരിക്കുന്നത്. അത് നമുക്ക് ചിലപ്പോൾ ഒരു ലക്ക് ഫാക്ടറും കാര്യങ്ങളൊക്കെ വേണം. ബട്ട് സ്റ്റിൽ എടാ എൻ്റെ നെറ്റ് പോയോ? കേരള വിഷൻ മോട്ടിവേഷൻ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് പോകരുത് പ്ലീസ്. പ്ലീസ് ഞാൻ എൻ്റെ നെറ്റ് പോയി ഗൈസ്, എൻ്റെ നെറ്റ് പോയി കിട്ടുന്നില്ല. അണ്ണാ ഞാൻ ബാത്റൂമിലിരിക്കുക, എത്ര ശ്രമിച്ചിട്ടും വരുന്നില്ല, എനിക്ക് വേണ്ടി ഒന്ന് മുക്കാവോന്ന് ശ്രീജിത്ത്. എടാ എന്തൊക്കെ തരം ആൾക്കാരാടാ ഇവിടെ? നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം? അണ്ണാ എന്നെ മനസ്സിലായോ? ഇന്നലെ നമ്മൾ പിക്ക് എടുത്തില്ലേ കടയിൽ വെച്ച്? നിരഞ്ജൻ ബ്രോ പിന്നെ മനസ്സിലാകാതെ നമ്മൾ കുറച്ച് ഇതാരാ 20 ഷാനു തോമസ് ബ്രോ, താങ്ക് യു സോ മച്ച് 20 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ്. ഒരു ചിരി അപ്ഡേറ്റ്. അതൊന്നും പറഞ്ഞില്ല, അത് നമ്മളെ വിളിച്ചിട്ടേ ഉള്ളൂ. നമുക്ക് പോകണം. 2 ഇട്ടാലുള്ള പ്രശ്നമേ ഉള്ളൂ അവന്, അത്രേ ഉള്ളൂ, പിന്നല്ല. 40 രൂപയ്ക്ക് PS4 കൊടുക്കുന്നു എന്ന് കേട്ടു. കമൽ ബ്രോ കെട്ടിക്കുള്ള പ്രായമല്ലോ നിങ്ങൾ DP ഒക്കെ കണ്ടിട്ട്. എന്തിന് PS5 ചോദിച്ചു കിടക്കണം ഇപ്പോഴും? ഒരു പെണ്ണൊക്കെ കെട്ടി സെറ്റായ പെട്ടെന്ന്. അണ്ണാ ഞാൻ കോട്ടയം ലുലു കയറി. ഞാനും കഴിഞ്ഞ ദിവസം കയറിയായിരുന്നു. ഞാൻ തിരുവനന്തപുരം ലുലു കയറിയായിരുന്നു. പിന്നെ ഞാൻ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് ഞാൻ 3 നിലയിൽ പോയി സാധനം, ഹൈപ്പർ മാർക്കറ്റിൽ പോയി ഫസ്റ്റ് ഫ്ലോറിൽ പോയി സാധനം മേടിച്ചിട്ട് തിരിച്ചു വന്ന് ഞാനും കയറി പോറോ ലുലുല്. സെയിം വിച്ച് വിതിൻ ദേവദാസ് ബ്രോ, താങ്ക് യു സോ മച്ച് 40 rupees. നീ വെള്ളം അടിക്കാറില്ലല്ലോ, തക്കാമൊക്കെ ഉണ്ട്, കൊടുത്തു വിടണ്ടല്ലോ. ജോക്കർ ബ്രോ, അത് എനിക്ക് സ്മെൽ അലർജിയാണ്. ഇവിടെ വില്ലം ബ്രോ ഒക്കെ ഉണ്ട്. ആളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി 3 പെഗ്ഗില്ലാതെ പുള്ളിക്ക് പറ്റൂല. ഫുഡ് കഴിക്കണ സമയത്ത് ഡെയിലി അങ്ങേർക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് 3 പെഗ്ഗെങ്കിലും അടിക്കണം പുള്ളിക്ക്. വയസ്സായതിൻ്റെ ഓരോ നിർബന്ധങ്ങളെ. അപ്പോൾ പുള്ളിക്ക് ആ ഒരു ഇതുണ്ട്. ജോക്കർ ബ്രോ പുള്ളിക്ക് കൊടുത്തു കേട്ടോ. ഇവിടെ ഞാൻ എൻ്റെ ബാറിൽ വെച്ചോളാം, കുഴപ്പമില്ല, ഞാൻ അവിടെ വെച്ചോളാം. എനിക്ക് മണം പറ്റൂല. ജോക്കർ ബ്രോ കൊടുത്തു കേട്ടോ. അടിച്ചോളും. വില്ലം ബ്രോ അടിച്ചോളും. പുള്ളിക്ക് വയസ്സായതിൻ്റെ കുറേ മൂഷാട്ടുകളുണ്ട്. എത്ര പറഞ്ഞിട്ട് കേൾക്കത്തില്ല, അനുസരണ കുറവാണ്. ശരിയാക്കി എടുക്കാം. അപ്പോൾ 10 മണിയായി. നമുക്ക് എന്നാ ഒരു ഹായ് തരുമോ ഗൈസ്? എല്ലാവർക്കും ഹായ്. അതെ. അപ്പം നമുക്ക് കോണ അങ്ങോട്ട് അവസാനിപ്പിച്ച് നമുക്ക് സിറ്റിലോട്ട് കയറാം. കുറേ നേരം ആയില്ലേ? 15 മിനിറ്റായി. ബെൻസെക്സ് എവിടെ? ബെൻസെക്സ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വലുതായിട്ട് കൊണ്ടുപോയിട്ടില്ലടാ. അത് അന്ന് ആ സിറ്റിയിൽ കിട്ടിയതാ. മഹി ബ്രോ, താങ്ക് യു സോ മച്ച് 40. അണ്ണാ അവന് വേണ്ടി മുക്കിയാൽ എനിക്ക് വേണ്ടി മുക്കണം. പരുന്തുവേലായവൻ. എല്ലാം നീ എന്നെ ഏൽപ്പിക്കണം. അങ്ങനെ ഒരു കാര്യം ഞാൻ നിനക്ക് വേണ്ടിയൊക്കെ മുക്കാം. നീയൊക്കെ ഇത് കഴിഞ്ഞിട്ട് നിനക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ എല്ലാം ഞാൻ വന്ന് ചെയ്തു തരാം. അങ്ങനെയാണ് ഞാൻ ആ ഡീലിന് റെഡിയാണ്. എല്ലാം നീ എന്നെ ഏൽപ്പിക്കണം. പക്ഷെ എല്ലാം മനസ്സിലായ, എല്ലാം ഏൽപ്പിക്കണം എന്നെ. അങ്ങനെയാണ് ഞാൻ നിനക്ക് മുക്കിത്തരാം. എൻ്റെയൊക്കെ ചോദ്യം അണ്ണാ എനിക്ക് തരണേ PS5. എല്ലാവർക്കും തരാം. കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും ഒരു PS5 പദ്ധതി. അതാണ് ഞാൻ സ്വപ്നം കണ്ടത്. മനസ്സിലായി? എല്ലാവർക്കും PS5 എത്തിച്ചേരാം. ഈഗിൾ ബ്രോ സുഖമാണോ? റംദാസ് നായർ ബ്രോ സുഖമാണ് ഗൈസ്. അപ്പം നമുക്ക് നേരെ സിറ്റിയിലോട്ട് കയറാം. അവനൊക്കെ ഏൽപ്പിക്കാൻ വന്നിരിക്കണം എന്നെ. എന്തൊക്കെ ഏൽപ്പിക്കാൻ? ഒരു സെക്കൻഡ്. അണ്ണാ ബസ് എന്നെത്തുന്നു. സംഗീത ബ്രോ, ചെയ്സൊക്കെ പണിയണ്ടേ? സമയമെടുക്കും. ചെയ്സൊക്കെ പണി നടക്കാൻ സമയമെടുക്കും. നമ്മളത് ബുക്ക് ചെയ്യാൻ പോയില്ല. ബുക്ക് ചെയ്യണം. ഇനി ഷോറൂമിൽ പോകണം.
ഷോറൂമിൽ പോയി ബുക്ക് ചെയ്യണം, മനസ്സിലായ? സമയം എടുക്കും അതിന്. സമയം എന്താ നിങ്ങള്? അയ്യോ എടാ, എനിക്ക് ഇതിന്റെ ലിങ്ക് എവിടെയായിരുന്നു?